ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ദൈവ കരുണയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടെ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉത്ഥാനം ചെയ്ത ക്രിസ്തുനാഥൻ കല്ലറ വിട്ട് പുറത്തിറങ്ങി സ്വർഗത്തിലേക്ക് കരേറിയിട്ടില്ല. അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കാം. ഈ ഉത്ഥാനം ചെയ്ത ക്രിസ്തുനാഥൻ അവനെ തന്നെ വെളിപ്പെടുത്തണമെങ്കിൽ നാം കരുണയുടെ മക്കളായി മാറണമെന്ന് വചനത്തിലെ ഓരോ അത്ഭുതങ്ങളും, പ്രത്യേകിച്ച് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ ഓരോ പ്രത്യക്ഷപ്പെടലുകളും നമുക്ക് മുമ്പിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. 3 പ്രത്യക്ഷപ്പെടലുകളെ ഉദാഹരണത്തിനായി നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് മഗ്ദലേന മറിയത്തിൻ്റെ മുമ്പിൽ. അതും തോട്ടക്കാരനായി. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ മുമ്പിൽ, അതും വഴിയാത്രക്കാരനായി. തിബേരിയൂസ് കടൽ തീരത്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ, അതും ഒരു അപരിചിതനായി. വേഷപ്രച്ഛന്നനായി ക്രിസ്തുനാഥൻ ഈ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള കാരണം എന്താണ്? ഈ വേഷപ്രച്ഛന്നതയ്ക്ക് പിന്നിൽ അവൻ ഒരു പരീക്ഷ നടത്തുന്നുണ്ട്. ആ പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടെ ഈ ശിഷ്യന്മാർ വിജയിക്കുകയാണ്. ആ പരീക്ഷ നടത്തിയ രീതി വേറൊന്നുമല്ല, അവൻ പകർന്നു നൽകിയ കരുണ ഈ മക്കൾ ഇവരുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നുണ്ടോ എന്നവൻ പരിശോധിച്ചു. ആ പരിശോധനയിൽ ശിഷ്യന്മാർ എല്ലാവരും നല്ല മാർക്കോടുകൂടെ പാസ്സായി എന്നുള്ളതാണ്. മഗ്ദലേന മറിയം തോട്ടക്കാരനാണെന്ന് കരുതി ആ തോട്ടക്കാരനെ അഭിസംബോധന ചെയ്യുന്ന വാക്കുണ്ട്. എന്താണ്? പ്രഭോ. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങ് അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ പോയി എടുത്തോളാം. എന്തൊരു ബഹുമാനമാണ്, എന്തൊരു ആദരവാണ് ആ തോട്ടക്കാരനോട്. തോട്ടക്കാരൻ എന്ന് പറയുമ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥനല്ല, തോട്ടത്തിലെ പണിക്കാരനാണ്. ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ അങ്ങനെയാണോ നാം ആ വ്യക്തിയോട് പെരുമാറാൻ പോകുക? ചിലപ്പോൾ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യം, എടോ എൻ്റെ കർത്താവിനെ താൻ എവിടെയാണ് വെച്ചിരിക്കുന്നത്, എവിടുത്തുണ്ടോ വന്നേ എന്നായിരിക്കും. പക്ഷേ മറിയം പറഞ്ഞത് നേർവിപരീത. പ്രഭോ. എന്തൊരു ബഹുമാനമാണ്, എന്തൊരു ആദരവാണ്. അതെ, വേഷപ്രച്ഛന്നത അവിടെ പൊളിച്ചു കളയുക. കർത്താവിൻ്റെ പരീക്ഷയിൽ മഗ്ദലേന മറിയം നല്ല മാർക്കോടുകൂടെ വിജയിക്കുക. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ രാത്രിയാകാറായപ്പോൾ ഈശോ അവരെ കടന്നു പോകുന്നതായിട്ട് ഭാവിക്കുക. ആ സമയത്ത് ഈശോയാണെന്ന് അവർക്കറിയില്ല, അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ വസിക്കുക, രാത്രിയാകാറായി. പ്രിയമുള്ളവരെ, തങ്ങാൻ താല്പര്യമില്ലാത്ത ഒരുവനെ തങ്ങാൻ നിർബന്ധിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് നഷ്ടങ്ങൾ സംഭവിക്കും. കാരണം അവൻ്റെ കയ്യിൽ ഭക്ഷണം ഉണ്ടാവില്ല, കിടക്കാനുള്ള സാധന സാമഗ്രികൾ ഉണ്ടാവില്ല. അതെല്ലാം അവർ നൽകാം എന്ന് പറയാതെ പറയുന്നുണ്ട് ഈ ക്ഷണത്തിലൂടെ. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണത്തിലും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ നല്ല മാർക്ക് വാങ്ങി വിജയിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തിബേരിയൂസ് കടൽ തീരത്ത് രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. നിരാശയിലേക്ക് തലകുത്തി വീണ് കിടക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് അപരിചിതൻ്റെ ഭാവത്തിൽ ക്രിസ്തു വരികയാണ്. എന്നിട്ട് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, മോനെ വല്ലതും കിട്ടിയോ? പ്രിയമുള്ളവരെ, നമ്മളാണെങ്കിൽ എന്ത് പറഞ്ഞാൽ? അവൻ വളരെ മാന്യമായിട്ടാണ് മറുപടി പറയുന്നത്, ഒന്നും കിട്ടിയില്ല. അപ്പോൾ അപരിചിതൻ വീണ്ടും പറഞ്ഞു, വലത് ഭാഗത്ത് നീക്കി വലയിറക്കാൻ. ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ പറയാൻ സാധ്യതയുള്ളൊരു മറുപടി അവിടെ 2-3 പ്രാവശ്യം ഇട്ടതാണ്, അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പറഞ്ഞു വിടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ പത്രോസ് അപരിചിതൻ്റെ വാക്ക് കേട്ട് അവനെ പരിഗണിച്ച് അവൻ പറഞ്ഞതനുസരിച്ച് പെരുമാറിയപ്പോൾ ക്രിസ്തു അവൻ്റെ മുമ്പിൽ വീണ്ടും വെളിപ്പെടുത്തുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഈ കരുണയുടെ തിരുനാളിൽ ക്രിസ്തുനാഥൻ നമ്മളുടെ മുമ്പിലും വന്നു നിൽക്കും. അത് ഈ കരുണയുടെ തിരുനാളിൽ മാത്രമല്ല, പലപ്പോഴും അവൻ നമ്മളെ പരിശോധിക്കുന്നുണ്ട്, പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അവനെ തന്നെ വെളിപ്പെടുത്തുന്നില്ല. കാരണം അതിനുള്ളൊരവസരം നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളത്. അതിനുള്ളൊരവസരം നമ്മൾ കൊടുത്താൽ നമുക്ക് എല്ലാ ദിവസവും ദൈവകരുണയുടെ തിരുനാളായിരിക്കും. പ്രിയമുള്ളവരെ, ഇതൊരു ഞായറാഴ്ച മാത്രം ഒതുക്കി വെക്കേണ്ട ഒരു കാര്യമല്ല. ഇത് എല്ലാ ദിവസവും ആസ്വദിക്കേണ്ട ഒരു ജീവിത ശൈലിയാണ്. ദൈവകരുണയുടെ ഛായാചിത്രത്തിൽ നോക്കുമ്പോൾ
ആ കരുണയുടെ കർത്താവിൻ്റെ ചങ്കിൽ നിന്ന് താഴേക്ക് 2 കാര്യങ്ങൾ പതിക്കുന്നുണ്ട്. അതിൽ ഒന്നിൻ്റെ നിറം നീല, അല്ലെങ്കിൽ ചിലയിടത്ത് വെള്ള, മറ്റൊന്നിൻ്റെ നിറം ചുവപ്പ്. ഈ വെള്ള നിറം പ്രതിനിധാനം ചെയ്യുന്നത് കർത്താവിൻ്റെ കൂദാശയായ കുമ്പസാരത്തെയും, ഈ ചുവന്ന നിറം പ്രതിനിധാനം ചെയ്യുന്നത് കർത്താവിൻ്റെ അതികൂദാശയായ ദിവ്യകാരുണ്യത്തെയുമാണ്. അതെ, നല്ല കുമ്പസാരം നടത്തി കർത്താവിൻ്റെ വലിയ കൂദാശയായ ദിവ്യകാരുണ്യം നീ സ്വീകരിച്ചാൽ നിനക്ക് കരുണയുടെ പ്രവാചകനായി, പ്രവാചികയായി ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമെന്ന് കരുണയുടെ ചിത്രം പറയാതെ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. ആ ഒരു പങ്കുവയ്ക്കൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ആ ഒരു സന്ദേശം നമ്മളുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ, പ്രിയമുള്ളവരെ, എനിക്ക് ദൈവകരുണയുടെ തിരുനാളാണ് പിന്നീട് ജീവിതം മുഴുവനും. അങ്ങനെ കരുണയുടെ ഒരു വക്താവായി നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ഒരു ക്ഷണക്കത്താണ് ദൈവകരുണയുടെ ഛായാചിത്രം നമുക്ക് പ്രതിനിധാനം ചെയ്യുന്നത്. അല്ലാതെ അത് ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ഞായറാഴ്ച നമ്മൾ സാഘോഷം കൊണ്ട് നടക്കേണ്ട, സാഘോഷം ആഘോഷിക്കേണ്ട ഒരു തിരുനാൾ മാത്രമായി ഇതിനെ തരം താഴ്ത്തരുത്. അതൊരു ജീവിത ശൈലിയാണ്. അതൊരു ജീവിത ശൈലിയാണ്. ആ ജീവിത ശൈലി സ്വന്തമാക്കേണ്ടത് നല്ല കുമ്പസാരത്തിലൂടെ കുർബാനയെ സമീപിക്കുക, എന്നിട്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കുക. ആ ദിവ്യകാരുണ്യം നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നാം കരുണയുടെ മകനായി, മകളായിട്ട് മാറുകയാണ്. അങ്ങനെ കരുണയുടെ മകനായി, മകളായി അതൊരു ജീവിത ശൈലിയാക്കി മാറ്റി. അതൊരു ആഘോഷം, ആചാരം മാത്രമായി കാണാതെ അത് ജീവിത ശൈലിയാക്കി മാറ്റി നിനക്ക് ആസ്വദിക്കാൻ പറ്റിയാൽ, പ്രിയമുള്ളവരെ, ദൈവകരുണയുടെ ആഘോഷത്തിന്, തിരുനാളിന് ഒരർത്ഥമുണ്ട്. കർത്താവ് ഈശോ മിശിഹ ചങ്ക് പിളർന്ന് നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മോട് പറയാതെ പറയുന്നതും അതുതന്നെയാണ്. നാം ഈ കരുണയുടെ ജപമാലയിൽ പ്രാർത്ഥിക്കാറില്ലേ? കർത്താവിന് സ്വന്തമായി കൈകളില്ല, കർത്താവിന് സ്വന്തമായി കാലുകളില്ല, കർത്താവിന് സ്വന്തമായി ശരീരമില്ല, അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ അവിടത്തേക്ക് സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, അതാണ് നമ്മൾ നല്ല കുമ്പസാരത്തിലൂടെ, കുർബാനയിലൂടെ സ്വന്തമാക്കുന്നത്. ഈശോയുടെ ശരീരത്തെ നമ്മളിങ്ങനെ സ്വീകരിച്ച് നമ്മളുടെ ഈ ചങ്കോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ പറയാതെ പറയുന്നത് അതുതന്നെയാണ്. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് നമ്മൾ കൊടുക്കുന്ന വേറൊരു വാക്കുണ്ട്, ഹോളി കമ്മ്യൂണിയൻ, അല്ലേ? ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഘോഷിക്കാറില്ലേ ആദ്യ ദിവ്യകാരുണ്യ സ്വീകരണത്തെ? പ്രിയമുള്ളവരെ, കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ ബന്ധം എന്നാണ്, വിശുദ്ധമായ ബന്ധം. അതെ, ദൈവപുത്രനായ ക്രിസ്തുനാഥൻ നാമുമായി വിശുദ്ധമായൊരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഈ ദൈവകരുണയുടെ തിരുനാളിലൂടെ ക്രിസ്തുനാഥൻ നമ്മോട് പങ്കുവയ്ക്കുന്നത്. ആ വിശുദ്ധമായ, ദിവ്യമായ ബന്ധം സ്ഥാപിക്കുന്നത് നല്ല കുമ്പസാരത്തിലൂടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോഴാണ്. അങ്ങനെ കർത്താവിൻ്റെ കാരുണ്യം ഈ ശരീരത്തിലേക്ക് സ്വീകരിച്ച് നമ്മൾ കരുണയുടെ മക്കളായി മാറുമ്പോൾ ഇത് ഒരാഘോഷമല്ല, ഇതൊരാചാരമല്ല, മറിച്ച് അതൊരു ജീവിത ശൈലിയാണെന്ന് നാം പ്രഖ്യാപിച്ച് അത് അനുദിനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കരുണയുടെ മകനായി, മകളായി മരണം വരെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതിന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം കർത്താവിൻ്റെ കരുണയിൽ പൊതിഞ്ഞ് നമ്മളെ കൊണ്ടു നടക്കട്ടെ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.